നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും നിങ്ങൾ എൻ്റെ സാക്ഷികൾ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രയേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഉയർപ്പിന് ശേഷം സ്വർഗാരോഹണം വരെ ഇവിടെ ജീവിച്ചിരുന്ന 40 ദിവസങ്ങൾ ശിഷ്യന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുകയും പ്രത്യാശ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ അവരുമായി കൂടിയിരുന്ന സമയത്ത് ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, നീ ഈ കാലത്തിലാണോ ദൈവരാജ്യം സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ യഹൂദന്മാർക്ക് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്? അതായത് റോമ ഗവൺമെൻറ്റിൻ്റെ അടിമത്വത്തിൽ നിന്ന് അവരെ വിടുവിക്കുന്നത്, അവർക്കൊരു സ്വതന്ത്ര രാജ്യം നൽകാൻ നിനക്ക് സാധിക്കുമല്ലോ, അത് ഈ കാലത്താണോ എന്നാണ് അവർ ചോദിച്ചത്. യേശു അതിന് മറുപടി പറഞ്ഞത്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അത് അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല എന്ന് യേശു പറഞ്ഞില്ല. തീർച്ചയായിട്ടും ദൈവരാജ്യം ഉണ്ടാകും. അത് പിതാവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ഏദനിൽ പാപനിമിത്തം ആദാമിനെ ഹവ്വയ്ക്കും വന്ന ശാപം തീർച്ചയായിട്ടും ദൈവം മാറ്റും. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുമെന്നാണ് ദൈവം അന്ന് പറഞ്ഞത്, ശപിച്ചതും. എന്നാൽ ആ സ്ഥിതിക്ക് ഭേദം വരും, ശാപമോക്ഷം ഉണ്ടാകും. അതായത് സൃഷ്ടി ഈറ്റുനോവോടിരിക്കുന്നു എന്നാണ് വേദോത്സവം പറയുന്നത്, റോമാലേഖനത്തിലുണ്ട്. അതായത് ദൈവപുത്രന്മാരുടെ വെളിപ്പാട് സംഭവിക്കുന്ന സമയത്ത് ഈ പ്രകൃതിക്ക് മാറ്റം ഉണ്ടാകും. യേശുവിൻ്റെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ അവരുടെ രോഗമുള്ള, അവരുടെ വേദനയുള്ള, പരിമിതികളുള്ള അവരുടെ ശരീരത്തിന് മാറ്റം വരും. ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവർക്കും ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് രൂപാന്തരം ഉണ്ടാകും. ആ കാലത്ത് ഈ പ്രകൃതിക്കും മാറ്റം ഉണ്ടാകുമെന്നാണ് വേദോത്സവം പറയുന്നത്. അതായത് ഏദൻ തോട്ടത്തിൽ യാതൊരു ഹിംസ്ര ജീവികളും ഇല്ലായിരുന്നല്ലോ. അതുപോലെ അതായത് ദുഷ്ടജന്തുക്കൾ ഒന്നും ഉണ്ടാകുകയില്ല. അതുപോലെ മുള്ളും പറക്കാരെയും അങ്ങനെയുള്ള ശാപമൊന്നും ഉണ്ടാകുകയില്ല. നല്ല കാലാവസ്ഥ, അതുപോലെ നല്ല ഭക്ഷണം, നല്ല ശാപമില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യവസ്ഥ ഉണ്ടാകും. അതാണ് ദൈവരാജ്യം എന്നതുകൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നത്, പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള ആ കാര്യം പിതാവിൻ്റെ സമയം നടക്കട്ടെ, പക്ഷേ നിങ്ങളെക്കൊണ്ട് ഒരു കാര്യം സാധിക്കണം. എന്താണ്? കർത്താവ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമര്യയിലും എല്ലായിടവും എൻ്റെ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഇവിടെ കർത്താവ് പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോഴെന്നാണ്. വാസ്തവം പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് സർവ്വവ്യാപി ആയതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഉള്ളിലുണ്ട്. ഉദാഹരണം, യേശു തൻ്റെ ശിഷ്യരെ ഇരണ്ടായിട്ട് സുവിശേഷം അറിയിക്കുവാൻ യഹൂദ ദേശത്തേക്ക് അയച്ചു. അവരോട് പറഞ്ഞു, നിങ്ങളെ ചിലപ്പോൾ ആളുകൾ പിടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. പള്ളികളുടെ മുമ്പാകെ, അധികാരികളുടെ മുമ്പാകെ നിങ്ങളെ കൊണ്ടുപോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്.
എങ്ങനെയോ എന്തോ ഉത്തരം പറയേണ്ടത് നിങ്ങൾ വിചാരപ്പെടണ്ട. നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് വിരോധികൾക്ക് എതിർ പറയാൻ പറ്റാത്ത വാക്ക് ജ്ഞാനവും ആ സമയത്ത് നിങ്ങൾക്ക് നൽകും. നിങ്ങളല്ല സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ശുശ്രൂഷാകാലത്ത് പരിശുദ്ധാത്മാവരുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് പരിശുദ്ധാത്മാവ് മേൽ വരുന്ന കാര്യമാണ്. പരിശുദ്ധാത്മാവ് മേൽ വരിക എന്നുള്ളത് കൃപാവരങ്ങളുടെ കാര്യമാണ്. പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനും തുല്യം ശുശ്രൂഷ ഏറ്റെടുക്കുവാനായിട്ട് ഭൂമിയിലേക്ക് വരും. ക്രിസ്തു വരുന്നതിന് മുമ്പുള്ള കാലം പിതാവിൻ്റെ കാലമായിരുന്നു. അതിനുശേഷം പുത്രൻ്റെ കാലമായിരുന്നു. പുത്രൻ പോയ ശേഷം പരിശുദ്ധാത്മാവിൻ്റെ കാലമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ കാലമാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് ഒരു നാൾ ഈ ഭൂമിയിലേക്ക് വരും. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വരും എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് കൃപാവരങ്ങൾ നൽകും. അപ്പോൾ അവർ ശക്തി പ്രാപിക്കും. അതായത് പരിശുദ്ധാത്മാവിന് അവരുടെ നിരാശയും അവരുടെ അധൈര്യവും അവരുടെ പേടിയും അവരുടെ ഭയവും ഇതെല്ലാം മാറിയിട്ട് അവർ അതായത് ശൗലിനെ കുറിച്ച് പഴയ നിയമത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്, അവൻ ആള് മാറിയതുപോലെ ആകുമെന്ന്. അപ്പോൾ നമ്മുടെ മാനസിക ഘടനയ്ക്കൊക്കെ മാറ്റം വരും. നമുക്ക് വലിയ ധൈര്യം ഉണ്ടാകുമെന്നാണ് ഇവിടെ കർത്താവ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യ യെരുശലേമിൽ, അതായത് യേശുവിനെ വലിച്ചെടുത്ത് കൊണ്ടുപോയി കുരിശിച്ച് യെരുശലേമിൽ നിങ്ങൾ ആദ്യം പ്രസംഗിക്കും. ഇവർ യെരുശലേംകാരല്ല, ഗലീലക്കാരാണ്. നിങ്ങൾ ഇവിടെ ആദ്യം പ്രസംഗിക്കും. പിന്നെ യഹൂദയിൽ ഉടനീളം, പിന്നെ അടുത്ത സംസ്ഥാനമായ ശമര്യയിൽ, പിന്നെ നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്നാണ് യേശു പറയുന്നത്. അപ്പോൾ ദൈവരാജ്യം വരുന്നതിന് മുൻപ് ആളുകളെല്ലാവരും സുവിശേഷം കേൾക്കണം. എല്ലാ രാജ്യത്തും ഈ സുവിശേഷം അറിയണം. അങ്ങനെ സുവിശേഷം കേട്ട എല്ലാ രാജ്യത്തും മാനസാന്തരപ്പെടുന്ന ആളുകൾ ഉണ്ടാകണം. അതിൻ്റെ ഗുണഭോക്താക്കൾ ഉണ്ടാകണം. അവരെ ചേർത്താണ് യേശു ദൈവരാജ്യം സ്ഥാപിക്കാനായിട്ട് പോകുന്നത് എന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്. പ്രിയപ്പെട്ടവരെ, ലോകാവസാനം വരെയുള്ള അല്ലെങ്കിൽ ഈ യുഗത്തിൻ്റെ അന്ത്യം വരെയുള്ള സകല വിശ്വാസികളുടെയും ഉത്തരവാദിത്വം പ്രധാനമായിട്ട് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. പുത്രൻ തമ്പുരാൻ ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? സുവിശേഷം അറിയിച്ചുകൊണ്ട് ജീവിക്കുമായിരുന്നു, നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുമായിരുന്നു. അങ്ങനെയുള്ള പുത്രനെയാണ് പിതാവ് യാഗമാക്കിയത്. പുത്രനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പുത്രൻ ജീവിച്ചതിന് തുല്യം ജീവിക്കണം. പുത്രൻ എന്ത് ചെയ്യുമായിരുന്നു അത് ചെയ്യണം. പുത്രൻ തീർച്ചയായിട്ടും സുവിശേഷം പ്രസംഗിച്ച് നടക്കുമായിരുന്നു, പാവങ്ങളെ സഹായിക്കുമായിരുന്നു. അത് നമ്മൾ ചെയ്യണം. അതിനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി തരുന്നത്. അതിനാണ് ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.